പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിന്നെയും ഇന്ന് 1 കൊരിന്ത്യർ അധ്യായം അതിന്റെ 14 അധ്യായമാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ സ്നേഹത്തെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവജനം മനസ്സിലാക്കേണ്ടത് സ്നേഹമായിരിക്കണം എല്ലാത്തിൻ്റെയും ബേസ്. കുറിച്ച് നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിക്കുവാനും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുവാനുമായിട്ടും ഒക്കെ ഇടയായാലോ. 14 അധ്യായവും അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വാക്യത്തിലാണ് തുടങ്ങുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. പല വചന പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇത് 13 അധ്യായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമാണ്. 14 അധ്യായത്തിലെ വാക്യം ഇത് 13 അധ്യായത്തിലായിരുന്നു വരേണ്ടത്. എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഇത് 14 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യമായിട്ട് പൗലോസ് എഴുതിയിരിക്കുന്നു. കാരണം എല്ലാം സ്നേഹത്തിൽ ചെയ്യുമ്പോഴേ അതിനകത്തൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ ഈ കൃപാവരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെയും സ്നേഹത്തെക്കുറിച്ചും ആ കൃപാവരങ്ങളെക്കുറിച്ചുള്ള പർപ്പസിനെ, ദൈവസഭയിൽ അതിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. ഇപ്പൊ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, പെർസ്യൂ ലവ് ഫോർ എവരി ബിലീവേഴ്സ്, ഇറ്റ് ഈസ് എ കമാൻഡ്. ഇതൊരു കൽപ്പനയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പെർസ്യൂ ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് അല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് യു നീഡ് ടു പെർസ്യൂ. അത് ഉത്സാഹിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നാം അതിനെക്കുറിച്ച് ചിന്തിച്ചല്ലോ. എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. യു ഡോണ്ട് ലൈക്ക് എവരി വൺ, ബട്ട് വി നീഡ് ടു ലവ്. ലവ് എന്ന് പറയുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവസഭയിൽ അതിനൊരു എക്സെപ്ഷൻ ഇല്ല. എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നുള്ള കാര്യത്തിലല്ല, എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിനൊരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അനേകരുണ്ട്. അവരെയൊക്കെ സ്നേഹിക്കുന്നതിന് ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് നടക്കാം. നമ്മളൊരു സൈക്കിൾ ചവിട്ടും, എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ, നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. ഇറക്കത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങ് ഇരുന്നാൽ മതി. സ്വിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. അതിങ്ങനെ താഴോട്ടങ്ങ് ഇറങ്ങി നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങ് പോവാം. പക്ഷെ അതേ ഒരിറക്കം ഇറങ്ങി കഴിയുമ്പോൾ ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തില് സൈക്കിൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ വളരെ സ്ട്രെയിൻ എടുത്ത്, പണ്ടൊക്കെ നമ്മൾ എണീറ്റ് നിന്നൊക്കെ ചവിട്ടുമായിരുന്നു, എന്നാലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ വളരെ സ്ട്രെയിൻ എടുത്ത് ചവിട്ടി മുന്നോട്ട് പോക്കേണ്ടതായിട്ട് വരും. അതുപോലെയാണ് സ്നേഹത്തിന്റെ കാര്യം. നമ്മളത് പെർസ്യൂ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പോയിന്റ്, ലവ്ലെസ് വാസ് ദ റൂട്ട് ഓഫ് ദ സ്പിരിച്വൽ പ്രോബ്ലം ഇൻ കൊരിന്ത് ചർച്ച്. സ്നേഹമില്ലായ്മയായിരുന്നു ആ സഭയിലെ ഒരു വലിയ പ്രശ്നം. ആ സഭയിൽ മാത്രമല്ല, എല്ലാ സഭയിലെയും പ്രശ്നം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എല്ലാം പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പൊ ഈ കൃപാവരങ്ങളോടുള്ള കാര്യത്തിലും സ്നേഹത്തിലല്ലാതെ കൃപാവരങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അത് പലപ്പോഴും ഷോ ഓഫ് ആയിട്ട് മാറാറുണ്ട്. അതിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്യം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ വേഴ്സ് ആയിട്ട് നാം കൺസിഡർ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 13 അധ്യായത്തിനോട് ചേർന്നാണ് ഈ സ്നേഹത്തെക്കുറിച്ച് നിൽക്കുന്നതെങ്കിലും 14 അധ്യായത്തിൽ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ സ്നേഹത്തിന്റെ ആ ഒരു ബേസിൽ നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ
തുടർന്നുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊരിന്ത് സഭയ്ക്ക് ഒരു പുതിയ നിയമത്തിന്റെ ലേഖനങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് അവര് സഭായോഗങ്ങളിൽ കൂടി വരുമ്പോൾ അന്ന് പ്രവചനത്തിന്റെ ഇമ്പോർട്ടൻസ് പൗലോസ് ഇവിടെ 1-2 പ്രാവശ്യം എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അന്ന് പ്രവചനത്തിന്റെ ഇമ്പോർട്ടൻസ് ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കുവാനുള്ള സോഴ്സ് പ്രവചനമാണ്. തുടർന്നൊരു കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അന്ന് ഈ പുതിയ നിയമം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ഇത് വായിച്ചു നോക്കുമ്പോൾ ആ ഒരു ബേസിൽ വേണം ഈ വാക്യങ്ങളെല്ലാം നാം ചിന്തിക്കാൻ. അന്ന് പുതിയ നിയമം ഇല്ല, അന്ന് പൗലോസിന്റെ ലേഖനങ്ങളില്ല. ആ സഭയുടെ ഒരു അവസ്ഥ ആ ഒരു കൺസിഡറേഷനിൽ നിന്നുകൊണ്ട് വേണം ഇത് ചിന്തിക്കാനായിട്ട്. അതിന്റെ ഈ 12-ാം അധ്യായത്തിന് തന്നെ 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തില് പൗലോസ് കൃപാവരങ്ങളെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. ബട്ട് എസ്പെഷ്യലി അതൊന്ന് വായിക്കാം. ഡിസയർ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് പറഞ്ഞാൽ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. എന്താണ് ശ്രേഷ്ഠം? എല്ലാ വരങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷെ ചില വരങ്ങൾ അത് ഓൾ അഡ്രസ് നോട്ട് ടു ഡിസയർ ദ ഷോവി ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോസ്റ്റ് ചെയ്യുന്നത്, ദൈവസഭയ്ക്ക് പ്രയോജനമില്ലാത്തത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള വരങ്ങൾ അല്ല നമുക്ക് കൂടി വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അതിനെ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞത്. എല്ലാ വരങ്ങളും ശ്രേഷ്ഠ വരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഗിഫ്റ്റ് ദൈവം നമുക്ക് തന്നിട്ടുള്ള, ദൈവസഭയ്ക്ക് തന്നിട്ടുള്ള, ദൈവം ഓരോ വ്യക്തികളെയും ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ കൃപയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ബിൽഡിംഗ് ഓഫ് ദ ചർച്ച്, ദൈവസഭയെ പണിയുവാൻ വേണ്ടിയിട്ട്, ദൈവസഭയ്ക്ക് അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടിയിട്ട് ആണ് കൃപാവരങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ചിന്തിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ അല്പം കൺഫ്യൂഷൻസ് പല കമൻട്രീസിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെയാണ് ഇത് തുടർന്നുള്ള വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടങ് ആൻഡ് ടങ്സ് എന്നുള്ളത് ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ ചില വാക്യങ്ങൾ ടങ് എന്ന് പറയുന്നത് അതൊരു ഫേക്കായിട്ടുള്ള ഭാഷയാണ്. പൗലോസ് ഇവിടെ ഒരു സർക്കാസിസം പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, ഇതിനെക്കുറിച്ച്, അന്യഭാഷയെക്കുറിച്ച് ദൈവം തന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള ജെന്യൂനായിട്ടുള്ള ഭാഷാവരത്തെക്കുറിച്ചല്ല പല ഇടങ്ങളിലും ഈ അധ്യായങ്ങളിൽ പൗലോസ് എംഫസൈസ് ചെയ്യുന്നത്. അവിടെ പറയും ദോസ് ഹു സ്പീക്സ് ഇൻ ടങ് ഡസ് നോട്ട് സ്പീക്ക് ടു മാൻ ബട്ട് ടു ഗോഡ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ആക്കേണ്ടത്, ഈ ഭാഷ ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവസഭയ്ക്ക് എന്താണ് ആവശ്യം? അപ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ട് പൗലോസ് പറയുന്നു, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുവാണെങ്കിൽ അവൻ ജനത്തോടല്ല സംസാരിക്കുന്നത്, പകരം ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടിവരവുകളിൽ നാം ദൈവത്തോട് സംസാരിക്കും, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ കൂടിവരവുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കൂടി വരുമ്പോൾ ദൈവസഭയ്ക്ക് അത് ബ്ലെസ്സിങ് ആയിട്ട് തീരണം. നാം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ശുശ്രൂഷകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ, പണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ലേഖനങ്ങളിലുള്ള പ്രസംഗങ്ങളൊന്നും അല്ലായിരുന്നു. പണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആലോചനകൾ, പ്രവാചകന്മാർ ദൈവം കൊടുത്തിരിക്കുന്ന ആലോചനകൾ, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശങ്ങൾ അവിടെ ഓരോരുത്തരും എണ്ണീറ്റ് പറയുകയായിരുന്നു. പണ്ടത്തെ ചർച്ചസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെ കൊരിന്ത് ചർച്ചിൽ അങ്ങനെയുള്ള ഒരു ക്രമീകരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എണ്ണീറ്റ് ഈ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമായിട്ട് വരത്തില്ല. അത്
അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ദോസ് ഹു സ്പീക്ക് ഇൻ ടങ് ഡസ് നോട്ട് സ്പീക്ക് ടു മെൻ ബട്ട് ടു ഗോഡ്, ഫോർ നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ഹിം. ഹൗഎവർ ദ സ്പിരിറ്റ് ഹി സ്പീക്സ് മിസ്റ്ററീസ്. വളരെ ബാലൻസ്ഡ് ആയിട്ട് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു. ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്പിരിറ്റിനെ കുറിച്ച് അല്ല എങ്കിൽ തന്നെയും താൻ അവിടെ പറഞ്ഞിരിക്കുന്നു, ജെന്യൂൻ ആയിട്ടുള്ള സ്പിരിറ്റ് ഉള്ളവരുണ്ട്, അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ അങ്ങനെ സംസാരിച്ചാലും ദൈവസഭയിൽ അങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തത്തേ ഉള്ളൂ. അത് ദൈവസഭയ്ക്ക് അത് അനുഗ്രഹമായിട്ട് തീരത്തില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഭാഷയെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗങ്ങളാണല്ലോ, എന്നാലും അതിനകത്തൊരു ഭാഗം മാത്രം ഒരു ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഇനി 4, 5, 6, 7 വാക്യങ്ങൾ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിലും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? 11-ാമത്തെ വാക്യമുണ്ട്. ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഈ ജനമെല്ലാം അവിടെ കൂടി വന്നിരുന്നു. അവർ വ്യത്യസ്ത ഭാഷക്കാരായിരുന്നു. അവർക്ക് ഇവർ സംസാരിക്കുന്ന ഭാഷ അവർക്ക് അറിയത്തില്ലായിരുന്നു. എങ്കിലും അവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർക്ക് ആ ഭാഷയിൽ മനസ്സിലായി. പക്ഷെ അവർ എന്താ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് നമ്മുടെ ഭാഷയിൽ, ശിഷ്യന്മാർ നമ്മുടെ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് അവരാശ്ചര്യപ്പെട്ടു. അപ്പൊ അന്യഭാഷയില് ഇവരോട് സംസാരിക്കുകയല്ലായിരുന്നു, ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നമ്മുടെ സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുന്നത് പോലെ, ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്നത് പോലെ ഇതിനകത്ത് മുഴുവനും ദൈവത്തോടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയിൽ അന്യഭാഷയിൽ പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിൽ സ്തുതിയുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഇത് മറ്റ് ജനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എന്നാൽ അന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ നാം കണ്ട ആ അന്യഭാഷ അടയാളത്തില് അവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു അടയാളമായി അവിശ്വാസികൾക്ക് ഒരു അടയാളമായിട്ട് മാറുവാനായിട്ടിടയായി. അതോട് ചേർന്ന് തന്നെ അടുത്ത ശേഷം അന്യഭാഷ അടയാളത്തിൽ നാം കാണുന്നത് 10-ാം അധ്യായത്തിന്റെ 44, 46 വാക്യങ്ങളിൽ അവിടെയും ജാതികളുടെ ഇടയിൽ ഒരു ആത്മപകർച്ച ഉണ്ടാകുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 44 തൊട്ട് 46 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. ഒന്ന് വായിക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അവരും ഈ ആത്മാവ് വന്നപ്പോൾ അവരും സംസാരിച്ചത് ഒരു ഭാഷയാണ്. അവർ സംസാരിച്ച ഭാഷ ദൈവത്തെ സ്തുതിക്കുന്നതായിരുന്നു. അപ്പൊ ആ ഒരു ബേസിലാണ് ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആ ഒരു ബേസിലാണ് തുടർന്നുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കേണ്ടത്. ഇത് പലപ്പോഴും 2 തരം ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഭാഷ ഇല്ല എന്നും, അല്ലെങ്കിൽ അത് അതിന്റെ ഓവറായിട്ടുള്ള ആ ഒരു വിഷയത്തിനകത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കുവാനായിട്ട് വിചാരിച്ചത്. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം.
പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പ്രവചനം ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പൗലോസ് ഇവിടെ പറയുന്നു. ഈ പ്രോഫസി എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് അവർക്ക് പുതിയ നിയമമില്ല, അന്ന് ഈ വെളിപ്പാടുകളില്ല. അപ്പം ഈ പ്രോഫസി അന്നത്തെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. ഇന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അന്നത്തെ സഭയ്ക്ക് അതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തന്നെ ഈ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ജനത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ കേൾക്കുന്ന പ്രോഫസി അത് ദൈവവചനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലയോ എന്ന് ഡിസേൺ ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ അന്നത്തെ സഭയ്ക്കുണ്ട്. ഇന്ന് നമ്മളൊക്കെ വളരെ ബ്ലെസ്ഡ് ആണ്. കാര്യം ഇന്ന് ഇത്രയും തിരുവചനങ്ങളും ലേഖനങ്ങളും ഒക്കെ ആഴത്തിലുള്ള ലേഖനങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഈ പൗലോസ് ഇവിടെ എംഫസൈസ് ചെയ്ത മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഞാൻ ഒരു ചിന്തയ്ക്കായിട്ട് വയ്ക്കാം. ഹൂസ് പ്രോഫസൈസ് സ്പീക്സ് എഡിഫിക്കേഷൻ. മറ്റൊരു വേർഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, one who prophesies strengthen others, encourages them and comforts them. ഇപ്പം ദൈവസഭയില് നാം കേൾക്കേണ്ടതായിട്ടുള്ള ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രോഫസി എന്നുള്ള ആ ഒരു പദം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു എഡിഫിക്കേഷൻ, എക്സോർട്ടേഷൻ, കംഫർട്ട്, ഈ കാര്യങ്ങളെല്ലാം ദൈവസഭയിൽ നാം കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യഭാഷയിലുള്ളത് ആരാധനയാണ്. അന്യഭാഷയ്ക്ക് ഇപ്പോൾ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ഇന്റർപ്രറ്റർ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും പറയുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഓരോരുത്തർക്കും ദൈവത്തെ സ്തുതിക്കാം, അവരവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഉപകാരം വരത്തില്ല. പക്ഷെ ദൈവസഭയ്ക്ക് ഉപകാരപ്പെടുന്ന ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ എഡിഫിക്കേഷന്റെ സൗണ്ടാണ്. ടീച്ചിങ്ങും എക്സോർട്ടേഷനും കംഫർട്ടും ഒക്കെ നമ്മുടെ സഭകളിൽ കേൾക്കണം. നമ്മുടെ മെസ്സേജസിനകത്ത് അത് ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്ന് അന്യഭാഷയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ഭാഷയിലാണെങ്കിലും നമ്മുടെ പലപ്പോഴും മെസ്സേജസ് ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമായിട്ട് അങ്ങ് തീരാറുണ്ട്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്ത് ഈ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കാം. നമ്മൾ കംഫോർട്ട് ചെയ്യാറുണ്ട്. ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ, ഒരു എഡിഫിക്കേഷൻ എത്രത്തോളം ഇന്ന് ദൈവസഭകളിൽ കേൾക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസഭയിൽ കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. അന്നത്തെ കാലത്ത് അത് പ്രോഫസി എന്ന് പറയുന്നെങ്കിലും ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് ഈ ലേഖനങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ ആണ് ദൈവസഭയിൽ കേൾക്കുന്നത്. ഇതെല്ലാം ഒരു പ്രോഫസിയാണ്. കാര്യം പ്രോഫസി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ എന്ത് സഭയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥ പ്രോഫസി. അതാണ് തിരുവചനത്തിൽ നിന്ന് നാം കേൾക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളതിനെ മറ്റൊരു ബ്രാൻഡിങ്ങിലാണ് അല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലാണ് നാം ചിന്തിക്കുന്നത്. അതിനകത്തുണ്ട് നമ്മുടെ ഫ്യൂച്ചറും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് റിവീൽ ചെയ്ത് തരാനായിട്ട് കഴിയും. പക്ഷെ യഥാർത്ഥ പ്രോഫസി ദൈവവചനത്തിൽ, അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ ആ പ്രോഫസിയുടെ അർത്ഥം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത എത്രത്തോളം ഉള്ളത്. കാര്യം ഇന്ന് പലപ്പോഴും ഇതൊന്നും കേൾക്കുന്നത് നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. 4-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. പ്രോഫസി എഡിഫൈസ് ദ ചർച്ച്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ പ്രോഫസിയുടെ ഡെഫിനിഷൻ അതൊരു ടീച്ചിങ് ആണെങ്കിൽ പോലും, അത് സെർമൺ ആണെങ്കിലും പോലും, അതൊരു എക്സോർട്ടേഷൻ ആണെങ്കിലും, ഇതെല്ലാം എന്താണ് അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഫസിയുടെ കൂട്ടത്തിൽ പെടുത്താം. പക്ഷെ ഇതിന്റെ എല്ലാം കാര്യം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളതെല്ലാം പ്രോഫസിയാണ്. അത് ദൈവവചനത്തിലൂടെ ദൈവദാസന്മാർ സംസാരിക്കുന്നതാണെങ്കിലും അത് ബൈബിൾ സ്റ്റഡിയിലൂടെ നമ്മൾ കേൾക്കുന്നതാണെങ്കിലും ഇതെല്ലാം പ്രോഫസിയാണ്.
കാരണം ദൈവത്തിന്റെ ആത്മാവിന് എന്ത് നമ്മളോട് സംസാരിക്കണോ അത് പ്രോഫസിയാണ്. അപ്പോൾ പ്രോഫസി എഡിഫൈസ് ദ ചർച്ച്. അൾട്ടിമേറ്റ്ലി എന്ത് നടക്കണമെന്ന് വെച്ചാൽ എഡിഫിക്കേഷൻ നടക്കണം. അപ്പൊ എഡിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ ഇനി ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്ക് തിയോളജി പഠിക്കാം, നമുക്ക് ഇതിന്റെ ഗ്രീക്ക് പഠിക്കാം, എന്തോ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ മൂലഭാഷയെക്കുറിച്ചുള്ള അതിന്റെ എല്ലാ വേർഡ്സിന്റെ ഡെഫിനിഷൻ പഠിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു എഡിഫിക്കേഷൻ, ദൈവസഭയിൽ ഒരു എഡിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും എല്ലാം ഒരു ഒരു ഷോയി ഗിഫ്റ്റ് ആയിട്ട് മാറും, ഒരു ഷോ ഓഫ് ആയിട്ട് മാറും. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. 5-ാമത്തെ വാക്യം, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഇതിപ്പോ ഒന്നിനേക്കാൾ ബെറ്റർ ആണെന്നല്ല ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ ഇന്നുള്ള നമ്മുടെ പശ്ചാത്തലം വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് പ്രവചിക്കാനൊന്നും വലിയവൻ, അപ്പം നമ്മൾ വിചാരിക്കും പ്രവാചകൻ വലിയ ആളാണ്, അപ്പം പ്രവചനമാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിലല്ല, അന്നത്തെ പശ്ചാത്തലത്തിൽ അവർക്ക് പുതിയ നിയമമില്ല, ലേഖനങ്ങളില്ല, അവർക്ക് വചനം മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് കാര്യം? വേറെ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ അന്യഭാഷയിൽ കുറച്ചേറെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എന്താണ് അന്യഭാഷ? ഇപ്പോൾ എനിക്ക് ഫ്രഞ്ച് അറിയത്തില്ല. ഞാൻ നാളെ നിങ്ങളുടെ അവിടെ ഞായറാഴ്ച ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ മുഴുവന് ആത്മാവിൽ നിറഞ്ഞ് ഫ്രഞ്ചിൽ സംസാരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ഒറ്റ ആൾക്കാർക്ക് ഫ്രഞ്ച് അറിയത്തില്ല. നമ്മുടെ ആൾക്കാർക്കൊക്കെ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും വേണമെങ്കിൽ തമിഴും ഒക്കെ കുറച്ചൊക്കെ അറിയായിരിക്കും. ഫ്രഞ്ചിനെ കുറിച്ച് ഒരു പിടിയില്ല. അപ്പോൾ ഇതെല്ലാം കേട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പം ഫ്രഞ്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ പറയുകയാണ്, ഇന്നലെ പാസ്റ്റ് ഇന്ന് പ്രസംഗിച്ചത് ഫ്രഞ്ചിലാണ്. അപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷം. ആത്മാവ് നിറഞ്ഞതാണ്ട് ഒരു പുതിയ ഭാഷയിൽ സംസാരിച്ചു. വലിയ കൃപാവരത്തിന്റെ വലിയ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇതെല്ലാം സംഭവം ശരിയാണെങ്കിലും ഈ കേട്ട ഒരു മനുഷ്യനും എന്തുണ്ടായില്ല? ഒരു എഡിഫിക്കേഷനും ഉണ്ടായില്ല. കാര്യം നമുക്ക് ആർക്കും ഒരക്ഷരം മനസ്സിലായില്ല. ഇനി ഞാൻ ഒന്നുകൂടെ ഇവിടുന്ന് അക്ഷരം കൂടെ കുറച്ചുകൂടെ നമ്മുടെ ചർച്ചിന്റെ റിലേറ്റ് ചെയ്തിട്ടൊന്ന് സംസാരിക്കട്ടെ. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു, നമ്മുടെ പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ സംസാരിച്ചിട്ട് കേട്ടിട്ട്, ഈ പുള്ളി ഞായറാഴ്ച ഒരു പ്രസംഗമുണ്ട്, അതിപ്പം കഴിയുമ്പം സ്വത്രാഴ്ചയുണ്ട്, അത് കഴിയുമ്പോൾ ആശീർവാദമുണ്ട്, ഇതും ചിന്തിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, അല്ലേ? അൾട്ടിമേറ്റ്ലി ഞാൻ അതുകൊണ്ടാണ് എല്ലാ പേജിലും എല്ലാ വാക്യത്തിലും ഇത് അന്യഭാഷ ഉള്ളതാണോ, അതിനെ കുറ്റം പറയണോ, അല്ലെ അതിനെ ഇത് കാണിക്കണോ, ഇതൊന്നും അല്ല ഈ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം. ചർച്ചിന് എഡിഫിക്കേഷൻ ഇല്ലാത്ത ഒന്നും ഒരു പ്രയോജനമില്ല. ഇപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ പർപ്പസ്, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷും മലയാളവും ഒക്കെ സർവീസൊക്കെ നടത്തുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിച്ച് അവർക്കൊരു എഡിഫിക്കേഷൻ നടക്കണം. ഇത് ഭാഷയുടെ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം, ചർച്ച് മേ റിസീവ് എഡിഫിക്കേഷൻ. പ്രൈസ് ഗോഡ്. 6-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് അന്നുള്ള കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരുടെ കാലത്തും അന്ന് ഇവർ സംസാരിച്ച ഭാഷകൾ മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ചിലർക്ക് ഇങ്ങനെയുള്ള ഭാഷകൾ അവർ സംസാരിക്കുന്നതായിട്ട് അവർക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. അത് അവരുടെ ഒരുപക്ഷെ അങ്ങനെയുള്ളവർ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്.
പൗലോസ് ഇവിടെ ചോദിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതാ: ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ആത്മാവ് നിറഞ്ഞവനായി ഒരുപാട് ഭാഷകളിൽ സംസാരിക്കുന്നു, പക്ഷേ അതുകൊണ്ട് എന്ത് പ്രോഫിറ്റ്? അൺലെസ് ഐ സ്പീക്ക് ടു യു എയ്തർ ബൈ റെവലേഷൻ ഓർ ബൈ നോളജ് ഓർ ബൈ പ്രോഫസൈസിങ് ഓർ ബൈ ടീച്ചിങ്. ഈ ഭാഷകളിൽ, ഈ ഭാഷാവരത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ട് ആൾക്കാരൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നല്ലാതെ അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിൽ, ഒരു ഇമോഷണൽ തലത്തിൽ പോകുന്നതിനുപരിയായി ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ, അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നുള്ളതാണ് പൗലോസ് ഈ ഭാഗത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. 7-ാമത്തെ വാക്യത്തില് കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? അതെ, ഇതിനെല്ലാം ഒരു പർപ്പസ് ഇല്ലെങ്കിൽ, നേരത്തെ ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം പറഞ്ഞാൽ, അന്ന് ഇവരുടെ ഇടയിൽ കൃപാവരങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കുറെ ഫേക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ 6-ാമത്തെ വാക്യത്തിനകത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, Paul, if I comes to you speaking with tongues, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടങ്സ് എന്നുള്ള പദം അത് റിയൽ ഇതിനെ പറയുകയാണ്. യഥാർത്ഥമായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള വേർഡിനാണ് ടങ്സ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടങ് എന്ന് പറയുന്നതിന് മിക്കവാറും അതൊരു സർക്കാസിസം എന്നുള്ള രീതിയിൽ, കളിയാക്കി പറയുന്നുള്ള രീതിയിൽ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു. അത് ഫേക്ക് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. ഇവിടെ 7-8 വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച, ഇഫ് trumpet make an uncertain sound, who will prepare himself for battle? നേരത്തെ പറഞ്ഞതിനോട് ചേർന്ന് പൗലോസ് അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാർക്ക് അവിടുത്തെ ട്രംപറ്റിന്റെ സൗണ്ട് കേട്ടാൽ അവർക്കറിയാം മാർച്ച് ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു കമാൻഡ്മെന്റ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രംപറ്റ് ആണ്. യുദ്ധത്തിന് ഇത്രയും 10,000 ലക്ഷക്കണക്കിന് ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അന്നുള്ള കാലങ്ങളിൽ ഈ ട്രംപറ്റ്സ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള സൗണ്ട് കൊടുത്താൽ ഹൂ വിൽ പ്രിപ്പയർ ഹിംസെൽഫ് ഫോർ ബാറ്റിൽ, ആർക്ക് യുദ്ധത്തിനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അതുപോലെയാണ് ദൈവസഭയ്ക്ക് ക്ലിയർ, നമ്മുടെ ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല. ദൈവസഭയ്ക്ക് ക്ലിയർ ഡയറക്ഷൻസ് ആവശ്യമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ നാം ലേഖനങ്ങളൊക്കെ പഠിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ ആഴത്തിൽ പിന്നെയും പഠിക്കുവാനായിട്ട് സമയം ചെലവഴിക്കുന്നത്. ഈ ലേഖനങ്ങളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട്, വളരെ സെർട്ടനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആ വലിയ നോളജിൽ നിന്നും വിസ്റ്റത്തിൽ നിന്നും ഒക്കെ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വലിയൊരു ഗൈഡൻസ് ആണ്. എന്നാൽ ആ കാലങ്ങളിൽ അതില്ല. അപ്പോൾ ആ കാലങ്ങളിൽ പലപ്പോഴും ഈ ജനം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇന്ന് ഇത്ര ഉണ്ടായിട്ട് കൺഫ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെയുള്ള അവസ്ഥയാണ്. എനിക്ക് പലപ്പോഴും ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഈ കൊരിന്ത് സഭയോട് തന്നെ ഒരു സഹതാപം തോന്നി. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ അവർ ഫാർ ബെറ്റർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് നിർദ്ദേശങ്ങളും വളരെ സെർട്ടേൺഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ, ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഓരോരുത്തരും എണ്ണീറ്റ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർക്ക് ലഭിക്കുന്ന പ്രോഫസിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ എത്രത്തോളം തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 9-ാമത്തെ വാക്യം, സോൺലസ്. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. അതെ, നാം ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നാം ഇവിടെയൊക്കെ ചിന്തിക്കുന്നത്. 10-ാമത്തെ വാക്യം, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഇപ്പം ഒരുപാട് ഭാഷകളുണ്ട്, പക്ഷെ ഈ ഭാഷകളൊന്നും തെളിവില്ലാത്ത ഭാഷകളല്ല. ഇതിനകത്തെല്ലാം
ഓരോരുത്തർക്കും മനസ്സിലാകത്തില്ലെങ്കിലും, എല്ലാ ഭാഷയും എല്ലാവർക്കും മനസ്സിലാകത്തില്ലെങ്കിലും എല്ലാ ഭാഷകളിലും അത് തെളിവ് ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയിലാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു നോളജ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ദൈവസഭയുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. Therefore, I do not know the meaning of the language. I shall be foreigner to him who speaks. Who speaks will be foreigner to me. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, എങ്കിലും പലപ്പോഴും ഈ ഒരു തെളിവില്ലായ്മ, പ്രത്യേകിച്ചും ഇന്ന് പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് തരത്തിലുള്ള ചർച്ചസും ഒരുപാട് തരത്തിലുള്ള ആരാധനകളും ഒരുപാട് തരത്തിലുള്ള വർഷിപ്പുകളും ഒക്കെ പോകുമ്പോൾ ഒരു കാര്യം എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇതെല്ലാം ഈ ദൈവവചനത്തിന്റെ ഫൗണ്ടേഷനിൽ നിന്നാണ് കാര്യങ്ങൾ പോകേണ്ടത്. ദൈവജനത്തിന് അതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി വേണം. എന്ത് ശരിയാണ്, എന്ത് തെറ്റാണെന്നൊക്കെ ആത്മാവിനെ നാം നന്നായി അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഒരു ഗൈഡൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് ഗൈഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ദൈവം നമുക്ക് വിസ്ഡം തന്നിട്ടുണ്ട്, നോളജ് തന്നിട്ടുണ്ട്, എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്, ഒരു സർട്ടനിറ്റി ഉണ്ട്. ഒരു കൺഫ്യൂഷന്റെ ദൈവമല്ല നമ്മുടെ ദൈവം. 12-ാമത്തെ വാക്യം. അവണ്ണം നിങ്ങളും ആത്മീക വരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. ഇതെല്ലാം പൗലോസ് എഴുതിയിരിക്കുന്ന ഒന്ന് സ്നേഹം, രണ്ട് എഡിഫിക്കേഷൻ. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ബാക്കി അന്നത്തെ ഒരു കാലഘട്ടത്തില് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഈ സ്പിരിച്വൽ ഗിഫ്റ്റേ വേണ്ട. അങ്ങനെ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ്, ഇതിനെക്കുറിച്ച് ഒരു ആഗ്രഹം നമുക്ക് വേണ്ട, നമുക്ക് മനസ്സിലായ ആ ഒരു ഇതിൽ മാത്രം നിന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ പൗലോസ് പറയാണ് അങ്ങനെയല്ല. യു നീഡ് ടു ബി zealous ഫോർ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വാഞ്ചയുള്ളവരായിരിക്കണം, നിങ്ങൾ ഇതിനെ ഓർത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദാറ്റ്സ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. നാം എന്തുകൊണ്ടാണ് ദൈവവചനം പഠിക്കുന്നത്? നോട്ട് ഫോർ us, ഇറ്റ്സ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. നമ്മളിപ്പം അന്യഭാഷകളിൽ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ജീവിതത്തിൽ ഒരു എഡിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാലേ നാം ദൈവസഭയ്ക്ക് ഒരു എഡിഫിക്കേഷൻ ആയിട്ട് നടക്കത്തുള്ളൂ. നമ്മൾ ആത്മീയമായിട്ട് വർദ്ധിച്ചെങ്കിൽ മാത്രമേ നാം ആയിരിക്കുന്ന സമൂഹത്തിനും സഭത്തിലും ഒക്കെ ഒരു എഡിഫിക്കേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃപാവരങ്ങളെ ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണരുത്. കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വീതിച്ച് തന്നിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവസഭ പണിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. 13-14 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചു. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ഇവിടെ പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന്. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ അന്യഭാഷയെക്കുറിച്ച് അല്ലെ ഭാഷയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഭാഷ ഇല്ല എന്ന് വിചാരിക്കരുത്. പൗലോസ് 2 കൂട്ടരെ കുറിച്ചും ഈ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഒന്ന്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചില വിഷയങ്ങളിൽ നമുക്ക് തന്നെ പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാ. എന്ത് വിഷയത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാനാണ്? എല്ലാം ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ആത്മാവ് നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിനോടുകൂടെ ചേർന്ന് ആത്മാവ് നമ്മളിലൂടെ ഈ ഒരു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരിക്കലും കുറച്ച് കാണരുത്. If I pray in tongues, my spirit prays, but my understanding is unfruitful. ഇതിനകത്ത് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത കാര്യങ്ങളിൽ എൻ്റെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. 15, 16, 17 വാക്യങ്ങൾ. What is the conclusion then?
ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവൻ ആത്മീക വർധന വരുന്നില്ല താനും. ഇതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് ഇതുവരെയുള്ള 17 വരെയുള്ള വാക്യങ്ങൾ എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ പൗലോസ് ആഗ്രഹിച്ച ഒരു കാര്യം, ഇഫ് യു ഇൻഡീഡ് ഗീവ് താങ്ക്സ് വെൽ, അതേഴ്സ് ഈസ് നോട്ട് എഡിഫൈഡ്. ഇപ്പം ചില കൃപാവരങ്ങൾ ചിലയിടത്ത് ഉപയോഗിക്കാം, ചില കൃപാവരങ്ങൾ ചിലയിടത്ത് അത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറത്തില്ല. അതേക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് കൃപാവരങ്ങൾ ഉപയോഗിച്ചാലും അത് ഒന്ന് ചിന്തിക്കണം. അതിനകത്ത് ഒരു എഡിഫിക്കേഷൻ, ചർച്ചിന് ഒരു എഡിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ, അതോ എൻ്റെ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ അത് ഏറ്റവും അധികം നടന്നിരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു വിഷയത്തിനകത്ത് പൗലോസ് ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ആ ജനത്തെ ധരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് 18-19 വാക്യങ്ങളോട് വായിച്ചിട്ട് നമുക്കിവിടെ നിർത്താം. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം പൗലോസ് അതൊരു ബാലൻസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന, ഐ താങ്ക് ഗോഡ് ഐ സ്പീക്ക് വിത്ത് ടങ്സ് മോർ ദാൻ യു ഓൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടങ്സ് എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ജെന്യൂനായിട്ട് ആ ഒരു ദൈവത്തിന്റെ കൃപാവരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് ഗോഡ് ഐ സ്പീക്ക് വിത്ത് ടങ്സ് മോർ ദാൻ യു ഓൾ. അപ്പോൾ തന്നെ ആരും ചിന്തിക്കരുത് ഞാൻ ഭാഷാവരമില്ലാത്തവനാണെന്നോ ഭാഷ ഉപയോഗിക്കാത്തവനാണെന്നോ. ഇപ്പൊ പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ഭാഷാവരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കാളെല്ലാം ഒരുപക്ഷെ അധികം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വേറെ റെക്കോർഡ്സുകളൊന്നും അങ്ങനെ കാണുന്നില്ല. എങ്കിലും അതെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നാലും അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ എറ്റ് ഇൻ ദ ചർച്ച് ഐ വുഡ് റാദർ സ്പീക്ക് 5 words വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ്സ് ഐ മേ ടീച്ച് അതേഴ്സ് ഓൾസോ than 10,000 words in a time. അപ്പം ഇത്രയും കൃപാവരങ്ങൾ തനിക്കുണ്ടായിട്ടും താൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവസഭയിൽ എന്തുണ്ടാകണം? ടീച്ചിങ് ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പൗലോസ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഐ മേ ടീച്ച് അതേഴ്സ്. ദൈവസഭയിൽ ടീച്ചിങ് ഉണ്ടാകണം. ദൈവസഭയിൽ ടീച്ചിങ് ഇല്ലെങ്കിൽ ദൈവസഭയിൽ എഡിഫിക്കേഷൻ നടക്കത്തില്ല. ജനത്തോട് പറയണം. പലപ്പോഴും അത് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. ഈ ടീച്ചിങ് പലർക്കും ഇഷ്ടമാകണമെന്നില്ല. അവിടെ ഇവിടെ തൊടാതൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പലപ്പോഴും ഇഷ്ടം. എന്നാൽ ദൈവസഭയിൽ റിയൽ എഡിഫിക്കേഷൻ നടക്കണമെങ്കിൽ ടീച്ചിങ് ഉണ്ടാകണം. അന്നത്തെ കാലഘട്ടത്തിൽ അത് പ്രോഫസി ആയിരുന്നു. ആ പ്രോഫസി ഉണ്ടാകണം. അതാണ് കഥാനദാസന് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ദൈവസഭയിലും ഇന്ന് നാം കൂടി വരുമ്പോഴും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, എനർജി ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അവിടെ ഒരു എഡിഫിക്കേഷൻ നടക്കണം. ദൈവസഭയിൽ ടീച്ചിങ് നടക്കണം. കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ദൈവസഭ തെറ്റിപ്പോകുവാനായിട്ട് അതിൻ്റെ പ്രയോജനമില്ലാതെ ആയി പോകുവാനായിട്ട് ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം.